എനിക്ക് കേസിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. റവന്യൂ വകുപ്പിന് അങ്ങനെ കേസെടുക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. അക്കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഒയാസിസിന് കൊടുത്ത അനുമതി എന്തായിരുന്നു, വളരെ വ്യക്തമായിട്ടുള്ള അനുമതിയായിരുന്നു. ആ വാചകം നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. മറ്റെല്ലാ നിബന്ധനകൾക്കും മാർഗനിർദ്ദേശങ്ങൾക്കും വിധേയമായി പ്രാരംഭാനുമതി നൽകുന്നു എന്നതാണ്. പ്രാരംഭാനുമതി മാത്രമാണ് എക്സൈസ് വകുപ്പ് ക്യാബിനറ്റ് തീരുമാനത്തിലൂടെ നൽകിയിട്ടുള്ളത്, ക്യാബിനറ്റ് തീരുമാനമായി നൽകിയിട്ടുള്ളത്. ബാക്കി എല്ലാ നിബന്ധനകളും അവർ പാലിക്കണം. അതാ കൊടുത്ത അനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ല, ഇതൊരു ഗൂഢാലോചന. കാരണം CPI ഇതിനെ എതിർക്കുകയും റവന്യൂ വകുപ്പ് ഇതിനെ വേട്ടയാടുന്ന ഒരു അവസ്ഥയും കൂടി. ആ ചോദ്യത്തിൽ വീഴുന്ന ഒരാളാണ് ഞാനെന്ന് നിങ്ങൾ കരുതുന്നത്. സാധാരണ ജനങ്ങൾക്ക് ഞങ്ങൾ അനുമതി കൊടുക്കുമ്പോൾ തന്നെ ഇത് എല്ലാവരും അടങ്ങുന്ന മന്ത്രിസഭയാണ് അനുമതി കൊടുത്തത്. വേണമെങ്കിൽ എക്സൈസ് വകുപ്പിന് മാത്രം കൊടുക്കാവുന്നതായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, മന്ത്രിസഭയിൽ വെച്ച് മന്ത്രിസഭ ചർച്ച ചെയ്ത് അംഗീകരിച്ച കാര്യമാണ്. അപ്പോൾ അതിലെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച കാര്യം പ്രാരംഭാനുമതി എന്നാണ്. മറ്റ് എല്ലാ നിബന്ധനകളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കണം എന്നും കൃത്യമായി വ്യവസ്ഥ ചെയ്തിട്ടാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ബാക്കി എല്ലാ നിയമവും നിബന്ധനയും ചട്ടമൊക്കെ പാലിക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്. രാജേഷ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് പാലക്കാട്. അവിടുത്തെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയുന്നൊരു വ്യക്തിയുണ്ട്. സോ ഇത്തരം ഒരു വ്യവസായ സ്ഥാപനങ്ങൾ വരികയും അത് കേന്ദ്ര മന്ത്രിസഭ അനുമതി നൽകുക, ഇനി മുടന്തി ന്യായങ്ങൾ വെച്ച് ഇത് പിറകോട്ട് വലിക്കുന്ന നടപടിക്രമങ്ങൾ അത് ഏത് വകുപ്പായാലും ശരിയാണ്. അത് നിബന്ധനകൾ പാലിക്കണമെന്ന് മന്ത്രിസഭ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. മറ്റ് നിബന്ധനകളും ചട്ടങ്ങളും പാലിക്കണമെന്നത് അത് ഏത് വകുപ്പിനും ബന്ധപ്പെട്ട ചട്ടം പാലിക്കണം, അവരുമായി ബന്ധപ്പെട്ട ചട്ടം പാലിക്കണമെന്ന് നിഷ്കർഷിക്കാനുള്ള അധികാരമുണ്ട്. ഞങ്ങൾ എക്സൈസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരിശോധിച്ചത്. അത് പരിശോധിച്ചു പ്രാരംഭാനുമതി കൊടുക്കാമെന്ന് മന്ത്രിസഭ കൂട്ടായിട്ടാണ് തീരുമാനമെടുത്തത്. ബാക്കി അനുമതികൾ വേറെ ഏതെല്ലാം വകുപ്പിൽ നിന്നാണോ അനുമതി വേണ്ടത് അത് അതാത് വകുപ്പുകളാണ് പരിശോധിക്കുക. അല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമില്ല, അത് എക്സൈസ് പരിശോധിക്കേണ്ട കാര്യമല്ല. നോക്കൂ, ഞങ്ങൾ ഇതിൽ എക്സൈസിൻ്റെ മുമ്പിൽ വന്ന കാര്യങ്ങൾ പരിശോധിച്ചു. അത് എല്ലാം നിയമപരമായും സുതാര്യമായിട്ടുമാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ കൂടിക്കാഴ്ചയെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വിശേഷിപ്പിച്ചത് മോദി ട്രംപ് കൂടിക്കാഴ്ച ആകാതിരുന്നാൽ മതി എന്നായിരുന്നു. അതൊക്കെ പരിഹാസ്യമായിട്ടുള്ള വാദങ്ങളാണ്. കേരളത്തിന് വേണ്ടി, കേരളത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പാർലമെൻറ്റിൽ സംസാരിക്കേണ്ട ആളുകൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എന്തെങ്കിലും പാർലമെൻറ്റിൽ പറയാൻ ശ്രമിക്കുക ചെയ്യേണ്ടത്. അതിനാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് ഇങ്ങോട്ട് വിട്ടിട്ടുള്ളത്. ആ ജോലി മാത്രം ചെയ്യുന്നില്ല.